മറ്റൊരു ദുഃഖവെള്ളി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്. യേശു കർത്താവിന് ഉള്ളു തുറന്ന് നമ്മളോട് ചിലതൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ട്. കഴിഞ്ഞ നാളുകളിൽ യേശു കർത്താവ് എന്നോട് വ്യക്തിപരമായി ചോദിച്ച ചില ചോദ്യങ്ങൾ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനിവിടെ പറയാൻ ശ്രമിക്കുകയാണ്. ചില ചോദ്യങ്ങൾ വളരെ കഠിനമാണ്, ചില ചോദ്യങ്ങൾ വളരെ വേദന ഉളവാക്കുന്നതാണ്. ചിലതൊക്കെ നമുക്ക് വേണ്ടതാകാം, ചിലതൊക്കെ മറ്റു ചിലർക്ക് വേണ്ടിയാകാം. പക്ഷെ എല്ലാ ചോദ്യങ്ങളുടെയും ഉദ്ദേശം നമ്മെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പണിതുയർത്തുവാൻ വേണ്ടി മാത്രമാണ്. യേശു കർത്താവ് സംസാരിക്കുകയാണ്, എൻ്റെ ജനം സ്നേഹത്തോടെയല്ല മറിച്ച് ദുരാശകളോടെയാണ് പലപ്പോഴും എന്നെ സമീപിക്കുന്നത്. ഒരു വേശ്യയെ ഒരുവൻ സ്വന്തം ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി സമീപിക്കുന്നത് പോലെയാണ് എൻ്റെ ജനം പലപ്പോഴും എന്നെ സമീപിക്കുന്നത്. കാര്യം കഴിഞ്ഞിട്ട് ഇട്ടേച്ചു പോകും. ഇനി അടുത്ത ആസക്തി വരണം വേശ്യയെ ഓർക്കാൻ. ഇതുപോലെയാണ് പലപ്പോഴും എൻ്റെ ജനം എന്ന് യേശു കർത്താവ് പറയുന്നു. ദ്രവ്യാഗ്രഹത്തോടെ അല്ലാതെ എൻ്റെ ജനം എന്നെ സമീപിക്കാറില്ല. ദ്രവ്യാസക്തി നിറഞ്ഞ കണ്ണുകളോടെയാണ് അവർ എന്നെ നോക്കുന്നത്. ദ്രവ്യാഗ്രഹം നിറഞ്ഞ ആവശ്യങ്ങൾ മാത്രമേ അവർക്ക് നാവിലൂടെ എന്നോട് സംസാരിക്കാനുള്ളൂ. അവർക്കെന്നെ വേണ്ട, എനിക്കുള്ളതിനെ മതി. ജസബലിൻ്റെ മധുരമുള്ള വ്യാജങ്ങളെയാണ് എൻ്റെ ജനത്തിന് പലപ്പോഴും ഇഷ്ടം. ജസബലിൻ്റെ ആത്മാവ് നിറഞ്ഞ സുവിശേഷകരിലൂടെ ഒഴുകി വരുന്ന മധുരമുള്ള വ്യാജങ്ങളെയാണ് പലപ്പോഴും എൻ്റെ ജനം ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ദാസനായ പൗലോസിലൂടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജനങ്ങൾ ഉത്തമമായ പ്രബോധനങ്ങളിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ അവർ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. എൻ്റെ പ്രിയ ജനമേ, കാൽവരിയിൽ ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചത് നീ എന്നെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. ബട്ട് യു ആർ നോട്ട് ലവിങ് മീ, ബട്ട് യു ആർ ലസ്റ്റിംഗ് ആഫ്റ്റർ മീ. എൻ്റെ നാമത്തെ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന അനേകം പേർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ ഇന്നും അവ നിൽക്കാൻ കാരണം എൻ്റെ ജനത്തിൻ്റെ ദ്രവ്യാസക്തി മുഖാന്തരമാണ്. എൻ്റെ മക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത്, മറിച്ച് അനുസരണത്തിലൂടെയാണ് നീ എന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിനെ അനുസരിച്ചപ്പോൾ, അവസാന നിമിഷം വരെ വിധേയപ്പെട്ടപ്പോൾ, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി അവിടുന്ന് എന്നെ ഉയർത്തിയതുപോലെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് ഞാൻ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് നിന്നെ അനുഗ്രഹിക്കുന്നത്. എന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അറിയാമോ? കർത്താവ് ഒരു വചനം പറയുകയാണ്, 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ നാമത്തെ പ്രതി നീ എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് ചോദിക്കുകയാണ്. സഹനങ്ങൾ എന്ന് നീ പറയുന്ന പലതും നീ നിന്റെ സ്വന്തം വ്യാമോഹങ്ങളിൽ കുടുങ്ങിയത് മുഖാന്തരമാണ്. വചനം കർത്താവ് കോട്ട് ചെയ്യുവാണ്, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണികളിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിവിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിവദിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, നമ്മളെ മുറിപ്പെടുത്തിയ പല അനുഭവങ്ങളും നമ്മൾ വ്യാമോഹങ്ങളുടെ പുറകെ സഞ്ചരിച്ചതുകൊണ്ടാണ്. എനിക്ക് വേണ്ടി എന്നെ പ്രതി നീ എന്തു സഹിക്കുന്നു? യേശു കർത്താവ് ചോദിക്കുന്നു. എന്നെ പ്രതി ആരെങ്കിലും നിന്നെ നിന്ദിച്ചിട്ടുണ്ടോ? എൻ്റെ നാമത്തെ പ്രതി ആരെങ്കിലും നിന്നെ പരിഹസിച്ചിട്ടുണ്ടോ? അതിന് എൻ്റെ നാമത്തിൽ നീ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലല്ലേ ആരെങ്കിലും നിന്നെ പരിഹസിക്കത്തുള്ളൂ. എന്നെ പ്രതി ആരും നിന്നെ ഇതുവരെ നിന്ദിച്ചിട്ടില്ല എങ്കിൽ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നീ എന്നെ ശരിക്കും സ്നേഹിച്ചാൽ എന്നോടുള്ള സ്നേഹത്താൽ നീ പ്രവർത്തികൾ ചെയ്യും. ആ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അനേകർ നിനക്കെതിരെ വരും, നിന്നെ പരിഹസിക്കും, നിന്ദിക്കും. അതാണ് നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നതിൻ്റെ അടയാളം. നീ എന്നെ പ്രതി ശാരീരിക പീഡനം അനുഭവിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് ചോദിക്കുകയാണ്. എൻ്റെ ദാസനായ പൗലോസിൻ്റെ അഭിഷേകം വേണമെന്ന് നീ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ശരിയായ അഭിഷേകം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ മക്കൾക്കറിയാമോ? ജസബലിൻ്റെ അഭിഷേകമല്ല. ജസബൽ അവൾ വഞ്ചകിയാണ്. എൻ്റെ ജനത്തെ മായാവലയത്തിൽ ബന്ധിച്ച് വ്യാജ പ്രവചനങ്ങളും വ്യാജ അടയാളങ്ങളും വ്യാജ രോഗസൗഖ്യങ്ങളും വ്യാജ പ്രബോധനങ്ങളും കൊണ്ട് എൻ്റെ ജനത്തെ വഞ്ചിക്കുവാൻ അവരുടെ മുമ്പിൽ അവൾ ശക്തി പ്രദർശിപ്പിക്കുന്നു. വഞ്ചിക്കുന്ന അഭിഷേകമാണ് അവളുടേത്. എന്നാൽ പൗലോസിന്റെ അഭിഷേകം എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അറിയാമോ? കർത്താവ് ഒരു വചനം തരുന്നു. 2 കൊറിന്ത്യൻസ് അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ.
അവിടെ ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. എപ്പോഴൊക്കെയാണ്? വലിയ സഹനത്തിൽ, ഇൻ ഗ്രേറ്റ് അഫ്ലിക്ഷൻസ്. എന്തിനു വേണ്ടിയാണ് ഈ സഹനം? യേശുവിൻ്റെ നാമത്തെ പ്രതിയുള്ള സഹനം. പീഡകളിൽ, ഇൻ ട്രബിൾസ് ഫോർ ദ നെയിം ഓഫ് ജീസസ്. ഞെരുക്കങ്ങളിൽ, ഇൻ ഹാർഡ്ഷിപ്പ് ഫോർ ദ നെയിം ഓഫ് ജീസസ്. അത്യാഹിതങ്ങളിൽ, കലാമിറ്റീസ് ഓഫ് എവറി കൈൻഡ്. മർദ്ദനങ്ങളിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരെ മർദ്ദിച്ചു. ഇൻ ബീറ്റിങ്സ്. കാരാഗ്രഹങ്ങളിൽ, ഇംപ്രിസൺമെന്റ്സ്. ലഹളകളിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ ലഹളകൾ ഉണ്ടായി, കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായി യേശുവിൻ്റെ നാമത്തെ പ്രതി. അധ്വാനങ്ങളിൽ, ഇൻ ഹാർഡ് വർക്ക്. ജാഗരണത്തിൽ, സ്ലീപ്ലെസ് നൈറ്റ്സ്. വിശപ്പിൽ, അപമാനത്തിൽ, ദുഷ്കീർത്തിയിൽ, ബാഡ് റിപ്പോർട്ട്. വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു. അറിയപ്പെടാത്തവരെ പോലെ ആണെങ്കിലും അറിയപ്പെടുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസിനെ അറിയാവുന്ന പലരും പല സമയത്ത് കണ്ടപ്പോൾ അറിയാത്തവരെ പോലെ നടന്നു മാറി. ഞങ്ങൾ ദുഃഖിതരെ പോലെ ആണെങ്കിലും വി ആർ ഓൾവേസ് റിജോയ്സിങ്. ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രസംഗിക്കുന്ന ഈ പൗലോസില്ലേ, അവൻ എൻ്റെ ദാസനാണ്. അവൻ എന്നെ ശരിക്കും സ്നേഹിച്ചവനാണ്, വാക്കിലല്ല മറിച്ച് പ്രവൃത്തിയിൽ. ആദിമ സഭയിലുണ്ടായിരുന്ന എൻ്റെ മക്കൾ എന്നെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. യേശു കർത്താവ് പറയുകയാണ്. ഒരു വചനം കർത്താവ് തരുന്നു, അപ്പസ്തോല പ്രവൃത്തിയിൽ 5-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. അവർ അപ്പസ്തോലന്മാരെ അകത്തു വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. എന്നാൽ അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. യേശു കർത്താവ് പറയുകയാണ്, മക്കളെ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ പരിശോധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വാക്കിലൂടെ എന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. എന്നാൽ പ്രവൃത്തികളിലൂടെ നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ പോവുകയാണ്. ഭരണാധികാരികളിലൂടെ, സാമൂഹിക വ്യവസ്ഥകളിലൂടെ, നിയമങ്ങളിലൂടെ, അധികാരികളിലൂടെ, നിന്റെ ചുറ്റുമുള്ളവരിലൂടെ ഞാൻ നിന്നെ പരിശോധിക്കാൻ പോവുകയാണ്. എൻ്റെ നാമത്തെ പ്രതി നീ സഹിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നെ പ്രതിയുള്ള സഹനങ്ങളിൽ നീ ആനന്ദിക്കുമോ അതോ നീ എന്നെ വെറുക്കുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ പോവുകയാണ്. എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ മുമ്പിൽ വിശാലമായ വാതിൽ വരച്ചു കാണിച്ചത് എൻ്റെ ആത്മാവല്ല, ജസബലിൻ്റെ ആത്മാവ് നിറഞ്ഞ ശുശ്രൂഷകരാണ്. കർത്താവ് വീണ്ടും ചോദിക്കുന്നു, ത്യജിക്കാൻ നീ തയ്യാറാണോ? ത്യാഗം എന്ന വാക്ക് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിനക്കുണ്ടോ? എന്നെ അനുഗമിക്കുന്നവൻ സ്വയത്തെ ത്യജിക്കണം. സ്വന്തം അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും ആസക്തികളെയും ത്യജിക്കണം. നീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പലതും ത്യജിക്കാറുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പലതും ത്യജിക്കാറുണ്ട്. നിന്റെ സ്വയ നന്മയ്ക്ക് വേണ്ടി നീ പലതും വേണ്ടെന്ന് വയ്ക്കാറുണ്ട്. നീ എനിക്ക് വേണ്ടി എന്താണ് ത്യജിക്കാറുള്ളത്? എൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വ്യാപിപ്പിക്കുവാൻ നിന്റെ ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധ്വാനം കൊണ്ടോ സമയം കൊണ്ടോ ഞാൻ നൽകിയ കഴിവുകൾ കൊണ്ടോ നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്നെ അറിയാത്ത ഹിന്ദു മതത്തിലുള്ളവർ എൻ്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ വളർത്തും എന്നാണോ നീ കരുതിയിരിക്കുന്നത്? എന്നെ അറിയാത്ത മുസ്ലിം മതത്തിലുള്ളവർ എൻ്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ വ്യാപിപ്പിക്കും എന്നാണോ എൻ്റെ മക്കൾ കരുതിയിരിക്കുന്നത്? എന്നെ അറിയാത്ത അവിശ്വാസികൾ എൻ്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ വ്യാപിപ്പിക്കും എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അവർക്കാർക്കും എൻ്റെ നാമത്തെ ഞാൻ ഇതുവരെ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. നിനക്കാണ് ഞാൻ എന്നെ വെളിപ്പെടുത്തി തന്നത്. എന്തിനാണ് ഞാൻ നിനക്ക് എന്നെ വെളിപ്പെടുത്തി തന്നത്? നീ എൻ്റെ രാജ്യത്തെ വിസ്തൃതമാക്കുവാൻ. യേശു വീണ്ടും ചോദിക്കുന്നു, നീ എന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ അവയവങ്ങൾ എന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ അഭിലാഷങ്ങൾ എന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ആഗ്രഹങ്ങൾ എന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പദ്ധതികൾ എന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? നീ ദൈവത്താൽ ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നീ ആരെയെങ്കിലും നിസ്വാർത്ഥമായി ശുശ്രൂഷിച്ചിട്ടുണ്ടോ? നിന്റെ ശരീരം കൊണ്ടോ അധ്വാനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കഴിവുകൊണ്ടോ നിസ്വാർത്ഥമായി യാതൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ നീ ആരെയെങ്കിലും ശുശ്രൂഷിച്ചിട്ടുണ്ടോ? നീ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നീ ആരുടെയെങ്കിലും ദാസനായിരുന്നിട്ടുണ്ടോ? ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. കർത്താവ് വീണ്ടും ചോദിക്കുന്നു, ശത്രുവിനെ സ്നേഹിക്കുവാൻ നീ പഠിച്ചിട്ടുണ്ടോ? നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ പഠിച്ചിട്ടുണ്ടോ? എൻ്റെ ആത്മാവിനാൽ നിന്നെ മുദ്രയിട്ടതിന് ശേഷം നിനക്ക് ഞാൻ ദിനങ്ങൾ നൽകിയത് നീ എന്നെ അനുകരിക്കാനാണ്, എന്നെ പോലെ ആകാനാണ്. ആത്മാവിൽ നിനക്ക് എളിമയുണ്ടോ? ശാന്തതയുണ്ടോ? കരുണയുണ്ടോ? ഹൃദയശുദ്ധിയുണ്ടോ?
നീ സമാധാനം സൃഷ്ടിക്കുന്നവനാണോ അതോ സമാധാനം നശിപ്പിക്കുന്നവനാണോ? നീ മറ്റുള്ളവർക്ക് പ്രകാശമാകാറുണ്ടോ? നീ ക്ഷമ പരിശീലിക്കാറുണ്ടോ? നിന്റെ അധികാരികൾക്ക് വേണ്ടി നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു സ്ത്രീയെ നോക്കുമ്പോൾ എൻ്റെ സ്നേഹമാണോ നിന്റെ കണ്ണുകളിൽ അതോ കാമാസക്തിയാണോ നിന്റെ കണ്ണുകളിൽ? ഒരു പുരുഷനെ നീ നോക്കുമ്പോൾ എൻ്റെ സ്നേഹമാണോ നിന്റെ കണ്ണുകളിൽ അതോ ആസക്തികളാണോ നിന്റെ കണ്ണുകളിൽ? ഞാൻ നൽകിയ അവയവങ്ങൾ നീതിയുടെ ആയുധമായിട്ടാണോ അതോ അനീതിയുടെ ഉപകരണമായിട്ടാണോ നീ ഉപയോഗിക്കുന്നത്? എല്ലാവിധ ലൈംഗിക മ്ലേച്ഛതകളിൽ നിന്നും ഓടി അകലുവിൻ. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതായാൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അതുപോലെ തന്നെ നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവൻ മലിനമാക്കുന്നു. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ മക്കളെ, ഇത് ഉചിതമാണോ? പകരത്തിന് പകരം ഇതല്ലേ പലപ്പോഴും നിന്റെ ചിന്താരീതി? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ മക്കളെ, നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. യേശു വീണ്ടും ചോദിക്കുന്നു, നിന്റെ ആദ്യ സ്നേഹം ഇപ്പോഴും ഉണ്ടോ എന്ന് നീ പരിശോധിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്തുനിന്ന് നീക്കിക്കളയുകയും ചെയ്യും. പ്രിയ മക്കളെ, എല്ലാവിധ വിഗ്രഹങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീഷ്ണതയുള്ളവനായിരിക്കുക, അനുദപിക്കുക. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാനിരുത്തും. നന്ദിയുള്ളവനായിരിക്കുക. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. നല്ലവയെ മുറുകെ പിടിക്കുവിൻ. മക്കളെ, എല്ലാവിധ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ലിഖിതങ്ങളിൽ യേശു കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിനനുസരിച്ചാണോ എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ നോട്ടം, ഞാൻ കേൾക്കുന്നത്, ഞാൻ കാണുന്നത്, അതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സെറ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡിനനുസരിച്ചാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെയല്ലെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് താഴ്മയോടെ കടന്നു വരാം, അനുദപിക്കാം, പശ്ചാത്തപിക്കാം. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവെ, അങ്ങയുടെ അമൂല്യ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്ന് പറയാം. എന്നെ ഒന്ന് സാങ്ക്ടിഫൈ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം, എന്നെ ഒന്ന് റീസ്റ്റോർ ചെയ്യണം, ഒരു പുതിയ തുടക്കം നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദുഃഖവെള്ളിയാഴ്ച മറ്റൊരു ദുഃഖവെള്ളിയാഴ്ച പോലെ കടന്നു പോകാതെ അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്ന് ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുവാനും, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തരണം, ശരിയായ രീതിയിൽ ജീവൻ്റെ പാതയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണം. നമുക്ക് ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച യേശു കർത്താവ് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി സഹിച്ച പീഡകൾ, ചിന്തിയ രക്തം, കർത്താവിൻ്റെ ഓരോ അടിപ്പിണരും നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയുമായിരുന്നല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി എടുത്ത ആ ജയത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വലിയ വിജയം, ആത്മീയവും ഭൗതികമായ വിജയങ്ങളൊക്കെ കാൽവരി കുരിശിൽ യേശുവിൻ്റെ ജയത്താൽ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് ഞാൻ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.